അഖില മിസ് ആണ്. സോ നമുക്കറിയാം നമ്മുടെ ആനുവൽ എക്സാം അല്ലേ ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ മലയാളത്തിലുള്ള ഒരു അടിപൊളി ആക്ടിവിറ്റിയാണ് ക്ഷണക്കത്ത് എഴുതുക എന്നുള്ളത് അല്ലേ. നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്ഷണക്കത്തിനെ പറ്റി. അപ്പോൾ ഇതെവിടെ നോക്കിയേ, അമ്മുവിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശമാണ് ശനിയാഴ്ച. കൂട്ടുകാരെ വിളിക്കാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കാൻ അമ്മുവിനെ സഹായിച്ചാലോ അല്ലേ. അപ്പോൾ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ ബൈഹാർട്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ. അത് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്ത് നോക്കണം, ക്ഷണക്കത്ത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷണക്കത്ത് ഒരു കാര്യത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മുടെ തീയതി ആവശ്യമല്ലേ, ഡേറ്റ് ആവശ്യമല്ലേ, നമ്മുടെ സ്ഥലം ആവശ്യമല്ലേ. ഇപ്പോൾ വീടിൻ്റെ ആണെങ്കിൽ വീടിൻ്റെ പേര് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. ആരെയാണ് ക്ഷണിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആരെയാണ് ക്ഷണിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് എഴുതാറേ ഉള്ളൂ. ഇനി അതില്ലെങ്കിൽ പോലും നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം അല്ലേ. എവിടെ വെച്ചാണ് പരിപാടി, ചിലപ്പോൾ ഇനി ഹോളിലൊക്കെ ആണെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെയല്ലേ അധികം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. എന്താണ് നമ്മുടെ ആവശ്യം, വീട് കല്യാണമാണോ, വീട്ടുകൂടലാണോ, ഇനി വേറെ വല്ല ഫംഗ്ഷൻ എൻഗേജ്മെൻ്റ് ആണോ ഒന്നും നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു ക്ഷണക്കത്ത് തയ്യാറാക്കേണ്ടത്. ഇവിടെ ഇതാ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ക്യൂട്ട് ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, എന്താണ് ഇവിടെ ഇതാ സ്ഥലവും തീയതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവരല്ലേ നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പോൾ അത് ആരാന്നുള്ളത് പ്രിയപ്പെട്ടവരെ എന്നൊക്കെ നമ്മൾ കൊടുക്കണം അല്ലേ. കാരണം അവർ സ്നേഹത്തോടെ നമ്മൾ ക്ഷണിക്കുവാണ്. പുതുതായി പണിത എൻ്റെ വീടിൻ്റെ പ്രവേശനം അല്ലേ, എൻ്റെ വീടിൻ്റെതാണ്. 10/4/26 ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ്. തണൽ എന്നാണ് വീട്ടുപേര്. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ആരാ ക്ഷണിക്കണേ, അമ്മുവാണ്. അപ്പോൾ അതും അവിടെ വെച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ അഖില അല്ലേ, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കാം. ഇതൊരു പ്രവർത്തനം മാത്രമാണ്. ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ആനുവൽ എക്സാം ആണ്. സോ അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവിൽ നിങ്ങൾ മറക്കാതെ വരിക. അടിപൊളിയായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തന്നെ പഠിക്കാടാ. സോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.